എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിലെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ചാണ്. മെയിനായിട്ട് 3 വെയിറ്റിംഗ് പീരീഡാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ വെയിറ്റിംഗ് പീരീഡാണ് നമ്മളൊരു പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആവാൻ വേണ്ടി 30 ദിവസം എടുക്കും. ഇതാണ് ഒന്നാമത്തെ വെയിറ്റിംഗ് പീരീഡ്. അതായത് പോളിസി എടുക്കുന്ന ദിവസം മുതൽ 30 ദിവസത്തിന് ശേഷം മാത്രമേ പോളിസി ആക്റ്റീവ് ആവുകയുള്ളൂ. ഇതിനെയാണ് ഒന്നാമത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസിൽ രണ്ടാമത്തെ കാറ്റഗറി വെയിറ്റിംഗ് പീരീഡ് വരുന്നത് സ്പെസിഫിക് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് ആണ്. സ്പെസിഫിക് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ചില രോഗങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രോഗങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം മാത്രമേ കമ്പനി ക്ലെയിം കൊടുക്കുകയുള്ളൂ. ഇതിനെയാണ് സ്പെസിഫിക് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗത്തുണ്ടാകുന്ന മുഴകള്, ലിഗമെന്റ് ഇഞ്ചുറീസ്, അതുപോലെ പൈൽസ്, ഫിസ്തുല, കണ്ണിന്റെ രോഗങ്ങൾ, ഇങ്ങനെ പല മറച്ചു വെക്കാൻ സാധിക്കുന്ന കുറെ വർഷം നമുക്ക് വൈകിപ്പിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്ന രോഗങ്ങളാണ് സ്പെസിഫിക് ഇൽനസ് ലിസ്റ്റിൽ പെടുന്നത്. ഈ രോഗങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് ചികിത്സ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന വെയിറ്റിംഗ് പീരീഡ് ആണ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ വെയിറ്റിംഗ് പീരീഡ്. അതായത് നമ്മളൊരു കമ്പനിയിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്കുള്ള രോഗങ്ങളും മുൻപുണ്ടായ രോഗങ്ങളും കമ്പനിയെ അറിയിക്കും. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ കമ്പനി ആ രോഗങ്ങൾക്ക് ഒരു 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ഇടും. ഇതിനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കാലിന് സർജറി കഴിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ കമ്പനി പിന്നീടുള്ള കാലിന് സർജറിക്ക് 3 വർഷം കഴിഞ്ഞ് ക്ലെയിം തരികയുള്ളൂ. ഇതിനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 വെയിറ്റിംഗ് പീരീഡ്സ്.